നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നത്തെ ഈ സംഭവം ഞാൻ ബോധപൂർവ്വം അങ്ങ് മറക്കുക, ക്ഷമിക്കുക. പക്ഷെ ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാനാവില്ല. മൂക്കറ്റം കുടിച്ച് കേറി വന്നേക്കുന്നു. അമ്മയ്ക്ക് അറിയോ ഞാൻ എന്തിനാ കുടിച്ചെന്ന്? കുടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി വേണേലും കുടിക്കാം. അതല്ല അമ്മേ, ഇന്ന് ഋതിക എന്താ ചെയ്തെന്നറിയോ? ഒന്ന്, അവൾ എന്റെ കരണക്കുട്ടിക്കേട് അടിച്ചു. രണ്ട്, എന്റെ കൂത്തിന് പിടിച്ചു. മൂന്ന്, വായി വന്നതെല്ലാം വിളിച്ചു വാരി പറഞ്ഞു. അടിച്ചെന്നോ? ഋതികയോ? അതെ, അമ്മാവന്റെ മുന്നിലിട്ടാ അവൾ എന്നെ അടിച്ചത്. അതും ആ പോലീസുകാരും മീഡിയക്കാരും ഒക്കെ നോക്കി നിൽക്ക. എന്റെ എല്ലാ വിലയും ഇപ്പൊ പോയി. പിന്നെ ഞാൻ എന്ത് നോക്കണം? കുടിച്ചു. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കുടിച്ചു. അമ്മാവനോ? അമ്മാവൻ നീ കുടിച്ചിട്ടുണ്ടോടാ? ഉണ്ട്. സോറി. കണ്ണി കണ്ട കുടിയന്മാർക്ക് കയറി വരാനുള്ളതല്ല എന്റെ വീട്. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇനി മേലിൽ മദ്യപിച്ചിട്ട് ഇവിടെ വന്നു പോരുത്. ഓരോരുത്തരായിട്ട് ഇറങ്ങിയിരിക്കുക എന്റെ സ്വസ്ഥതകളെ. അമ്മാവ, ആരാ അമ്മാവ സ്വസ്ഥത കളഞ്ഞേ? എന്റെ സ്വസ്ഥതയല്ലേ പോയെ? നിങ്ങളൊക്കെ കൂടിയല്ലേ എന്റെ ഋതികയുടെയും കല്യാണം ഉറപ്പിച്ച? അന്ന് മുതലേ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയതാ. അവളെ പൊന്നു പോലെ നോക്കണം, അവൾക്കൊരു കുറവും വരുത്തരുതെന്ന്. അവളെ കൊണ്ട് പല പല സ്ഥലങ്ങളിലും കൊണ്ടുപോകണം. കുറെ നാള് കഴിയുമ്പോ ഒരു കൊച്ചു ദീപക്കിന് കൊച്ചു ഋതിക അമ്മാവന് തരണം. എന്നിട്ട് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കണം. എല്ലാം പോയില്ലേ? ആ രാജു കൊണ്ടുപോയില്ലേ? എനിക്ക് പിന്നെ എന്താ ഉണ്ടായിരുന്നത്? കല്യാണ പെണ്ണ് കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടി പോയിന്ന് കളിയാക്കല് മാത്രം. അപ്പൊ അവനുള്ള പണി ഞാൻ കൊടുക്കാതിരുന്ന ഞാൻ പിന്നെ ഒരു ആണാണോ? കൊടുത്തു. നല്ല അസല് പണി, നല്ലോണം കൊള്ളുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും വന്നു അവനെ ഇറക്കിക്കൊണ്ടു പോവാൻ എന്റെ പുന്നാര അമ്മാവൻ. ഞാൻ അതിനെ എതിർത്തപ്പോ എല്ലാരെയും മുമ്പിൽ വെച്ച് അവൾ എന്റെ കരണത്തടിച്ചു. അമ്മാവൻ കണ്ടില്ലായിരുന്നു അത്? കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. എന്നെ അവള് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. എല്ലാരും കാണെ അവൾ എന്റെ കുത്തിന് പിടിച്ചു. അനങ്ങിയില്ല. അമ്മാവനെ സഹായിക്കാൻ വന്ന ഞാൻ എല്ലാവരുടെയും മുന്നില് ഒരു വലിയ ജോക്കറായി. അല്ല, എനിക്ക് അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക, അമ്മാവനെ അവനെ മരുമോനായിട്ട് ഏറ്റെടുത്തോ? അപ്പൊ പിന്നെ ഞാൻ ആരായി? മണ്ടനോ? ഒരു കാര്യം പറയാൻ മറന്നു. ഇപ്പൊ ഞാനാണ് കേരളത്തിലെ സെൻസേഷൻ. എല്ലാ TV ചാനലിലും ഓൺലൈൻ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഹോട്ട് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുക. മന്ത്രിയുടെ മകൾ മന്ത്രിയുടെ സഹോദരി പുത്രനെ പോലീസ് സ്റ്റേഷൻ വെച്ച് കരണത്തടിച്ചു. അപമാനിച്ചു. ഇതിൽ കൂടുതൽ നാരായണേട്ടന് എന്താ ഉള്ളത് അമ്മേ? പോയി
മാനം മുഴുവൻ പോയി. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമേ? അമ്മാവനെ ഞാൻ പറഞ്ഞ് ബോറടിപ്പിച്ചെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിലെ വിഷമം ഇപ്പോഴെങ്കിലും അമ്മാവൻ അറിയണം. ശ്ശേ, ഇതല്ലാതെ പറയാൻ എനിക്കൊരു അവസരമില്ല. അതുകൊണ്ടാ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഞാൻ ചെയ്തതിന് എനിക്ക് എന്റേതായ ശരികളുണ്ട്. അത് എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്നത്തെ ഈ സംഭവം ഞാൻ ബോധപൂർവം അങ്ങ് മറക്കുക, ക്ഷമിക്കുക. പക്ഷെ ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാനാവില്ല. ഇപ്പൊ നീ പോ. എവിടെ? ചേച്ചി, എവനെ വിളിച്ചിട്ട് പോവാൻ നോക്ക്. മോനെ വന്നേ, വരാൻ വാടാ ഇങ്ങോട്ട്. എന്നാലും അവളെന്നെ അടിക്കാൻ കൊള്ളാം അമ്മേ. സോറി രാജു, ഞാൻ കാരണം നീ എത്ര വലിയ പ്രശ്നത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയില ഞാൻ ഈ താലിയെടുത്ത് എന്റെ കഴുത്തിൽ കെട്ടിയത്. പക്ഷെ ഒന്നും ഞാൻ കരുതിയ പോലെ ഒരിക്കലും സ്മൂത്ത് ആയിരുന്നില്ല. എന്നോട് ക്ഷമിക്കൂ രാജു. അയ്യോ സോറി രാജു, ഞാനെന്തോ ആലോചിച്ചിരുന്നു പോയി. മാഡം ഉറങ്ങുന്നില്ലേ? രാജു ഉറങ്ങിക്കോ. രാജു ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഉറങ്ങിക്കോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. മാഡം വെറുതെ ടെൻഷൻ ആവണ്ട. മാഡം ഇപ്പോ എന്റെ സംരക്ഷണയില് എന്റെ വീട്ടിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് മാഡത്തിന്റെ ആരോഗ്യ എനിക്ക് പ്രധാനം. മനസ്സിലായോ? സോറി രാജു, ഒന്നും ചിന്തിക്കാതെ ഞാൻ എടുത്ത് ചാടിയത് കൊണ്ട് ഇങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോ ഞാൻ എന്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. ആ കല്യാണം എങ്ങനെയും മുടങ്ങണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.